നവകേരള സദസ്സിലെ പരാതിയിൽ 4 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 515 രൂപ ഇളവ് നൽകിയതിൽ വിചിത്ര മറുപടിയുമായി കേരള ബാങ്ക്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ സംഭവത്തിലാണ് വിചിത്ര മറുപടി. പിഴപ്പലിശ മാത്രമാണ് ഇളവ് ചെയ്തത് എന്ന് ഇരട്ടി കേരള ബാങ്ക് ശാഖ മാനേജർ വിശദീകരിച്ചു. പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചത് കേരള ബാങ്ക് റീജിയണൽ ഓഫീസാണെന്നും അപേക്ഷകന് മാനദണ്ഡപ്രകാരം ലഭിക്കാവുന്ന ഇളവാണ് ലഭിച്ചതെന്നും വിനോദ് പറഞ്ഞു. വായ്പാ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കിളിയന്തറ സ്വദേശിയാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. നവകേരള സദസ്സിന് മുൻപാകെ സമർപ്പിച്ച പരാതി തീർപ്പാക്കലാണെന്ന പേരിലാണ് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. കേരള ബാങ്കിന്റെ ഇരട്ടി ശാഖയിൽ നിന്നാണ് ഇദ്ദേഹം 3,97,731 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നത്. ഇതിൽ ഇളവ് ആവശ്യപ്പെട്ടായിരുന്നു നവകേരള സദസ്സിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചായിരുന്നു കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ്. ആകെ അടയ്ക്കേണ്ട തുകയിൽ 515 രൂപ ഇളവ് അനുവദിച്ചിരിക്കുന്നുവെന്ന് ഇതിൽ പറയുന്നു. ബാക്കി ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം 31 മുൻപ് വായ്പ അടച്ച് കണക്ക് തീർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫലത്തിൽ ഇതൊരു ജപ്തി നോട്ടീസുമായി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കൂലിപ്പണിക്കാരനാണ് പരാതിക്കാരൻ. വീട് അറ്റകുറ്റപ്പണിക്കെടുത്തത് 4 ലക്ഷം രൂപയാണ്. കേരള ബാങ്കിന്റെ ഇരട്ടി സായജ്ഞ ശാഖയിൽ 3,97,731 രൂപ ഇനിയും അടയ്ക്കാനുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി. കുടിശ്ശിക ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യം. ഒരു ദിവസം പണി കളഞ്ഞ് ഇരട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണ്. എങ്കിലും പരാതിക്ക് കൃത്യമായ മറുപടി വന്നു. ഡിസംബർ 6-ന് പരാതി തീർപ്പാക്കുന്നതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ് വരികയായിരുന്നു. താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു. താഴെ പറയുന്ന പലിശ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കണമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ കിട്ടിയ ഇളവ് വെറും 515 രൂപയായിരുന്നു. ഈ നടപടിയെ പരിഹസിച്ച് പ്രതിപക്ഷ യുവ നേതാക്കൾ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. 515 രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ, ഇനി ബാക്കി 3,97,216 രൂപ കൂടി അടച്ചാൽ പോരെ എന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പരിഹസിച്ചു. 1000 രൂപ മുടക്കി നവകേരള സദസ്സിന് പോയാലെന്താ, 515 രൂപ കുറഞ്ഞു കിട്ടിയില്ലേ മച്ചാനെ, അത് പോരെ അളിയ എന്നായിരുന്നു PK ഫിറോസിന്റെ പരിഹാസം. നവകേരള സദസ്സിൽ നൽകിയ പരാതികളുടെ മെല്ലപ്പോക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. മന്ത്രിമാരും പരിവാരങ്ങളും നടത്തിയ യാത്രയിൽ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പരിഹാരം മാത്രം ഇനിയും എത്രയോ അകലെയാണ്. വടക്കൻ ജില്ലകളിൽ ലഭിച്ച പരാതികളിൽ 10% പോലും തീർപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് നവകേരള സദസ്സ് പ്രഹസനമായി മാറുന്ന സാധ്യത തന്നെയാണ് കൂടുതൽ. ഇതിനിടെയാണ് പരിഹരിക്കപ്പെട്ട പരാതികളുടെ അവസ്ഥയും സൈബറിടത്തിൽ ഇത്തരത്തിൽ പരിഹാസത്തിന് ഇടയാക്കുന്നത്.